Dear students, NEET entrance examinde current electricity എന്ന ചാപ്റ്ററിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ 33 ഇയേഴ്സിലെ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുമ്പോൾ 115 ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാപ്റ്ററിൽ അന്ന് ചോദിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 2 വീഡിയോകളിലായിട്ട് 41 ക്വസ്റ്റ്യൻസ് വരെ നമ്മൾ കണ്ടു കഴിഞ്ഞു. We can move with the third very important section, cells, Kirchhoff's laws. അത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത്. So we can go with the question number 42. So given the internal resistance of a 2.1 volt cell which gives a current of 0.2 ampere through a resistance of 10 ohm is. സോ നമുക്ക് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം ഒരു സർക്യൂട്ടിലേക്കുള്ള കറണ്ട് എന്ന് പറയുന്നത് അതിലെ EMF ഡിവിഷൻ ബൈ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് പ്ലസ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്. സോ R പ്ലസ് ആർ എന്ന് പറയുന്നത് വി ക്യാൻ റൈറ്റ് ആസ് E ഡിവിഷൻ ബൈ I. Therefore R is equal to E by I minus capital R. നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന EMF എന്ന് പറയുന്നത് 2.1 വോൾട്ട് ആണ്. ദാറ്റ് ഡിവിഷൻ ബൈ ദ കറണ്ട് ആസ് 0.2 ആംപിയർ മൈനസ് ദാറ്റ് 10 വാല്യൂ. ദാറ്റ് ഈസ് ഈക്വൽ ടു 10.5 മൈനസ് 10. സോ വി ഗെറ്റ് ദ 0.5 ഓം ആസ് ദി ആൻസർ. സോ വി ക്യാൻ സെലക്ട് ദ ഫസ്റ്റ് ഓപ്ഷൻ. Number 43. Cell having an EMF E and internal resistance small r is connected across a variable external resistance capital R. As the resistance R is increased, the plot of potential difference V across capital R അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് സിമ്പിളായിട്ട് ഒരു എക്സ്പ്രഷൻ അറിയാം. ക്യാപിറ്റൽ V എന്ന് പറയുന്നത് I ഇൻറ്റു ക്യാപിറ്റൽ R ആണ്. എന്താണ് അവിടുത്തെ ഇലക്ട്രിക് കറണ്ട്? EMF ഡിവിഷൻ ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് ഇൻറ്റു ക്യാപിറ്റൽ R. സോ സിമ്പിളായിട്ട് നമുക്ക് ഡിനോമിനേറ്ററിൽ നിന്ന് R നമ്മൾ പുറത്തേക്ക് എടുത്താൽ വി ക്യാൻ റൈറ്റ് ടു ബി ദിസ് ഈസ് ദ സ്ട്രക്ചർ. R അവർ ക്യാൻസൽ ആയിട്ട് പോയി. സോ V എന്ന് പറയുന്നത് സിംപ്ലി വി ക്യാൻ റൈറ്റ് E ഡിവിഷൻ ബൈ 1 പ്ലസ് സ്മോൾ r ബൈ ക്യാപിറ്റൽ R. വി ക്യാൻ സെൻസ് ദ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഇഫ് ക്യാപിറ്റൽ R എന്ന് പറയുന്നത് 0 ആകുകയാണെങ്കിൽ സോ 1/0 അതൊരു ഇൻഫിനിറ്റി എന്നുള്ള കൺസെപ്റ്റിലേക്ക് മാറുമ്പോൾ V എന്ന് പറയുന്നത് 0 ആയി മാറും. അപ്പോൾ R എന്ന് പറയുന്നത് ഒരു ഇൻഫിനിറ്റി സിറ്റുവേഷൻ ആണ് വരുന്നതെങ്കിൽ നമുക്കറിയാം V എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആയിട്ട് മാറും. സോ ഇത്തരത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പെർഫെക്റ്റ് ഗ്രാഫ് ഏതാണ്? സോ വി ക്യാൻ സെലക്ട് ദാറ്റ് C ഓപ്ഷൻ ആസ് ദ കറക്റ്റ് വൺ. കാരണം R 0 ആകുമ്പോൾ അത് 0 ആകണമെന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. R ഇൻഫിനിറ്റി ആകുന്ന സമയത്ത് നമ്മുടെ VM ഇൻഫിനിറ്റി ആകണമെന്നുള്ള കൺസെപ്റ്റ്. സോ വി ക്യാൻ ടേക്ക് C as the correct answer. Number 44. A current of 2 ampere flows through a 2 ohm resistor when connected across a battery. The same battery supplies a current of 0.5 ampere when connected across a 9 ohm resistor. The internal resistance of the batteries. നമുക്ക് സിമ്പിളായിട്ട് എഴുതാൻ പറ്റുന്ന ഒരു കാര്യം I1 എന്ന് പറയുന്നത് ഫസ്റ്റ് കേസായിട്ട് എടുത്താൽ EMF ഡിവിഷൻ ബൈ അവിടെ കണക്ട് ചെയ്യുന്ന റെസിസ്റ്റൻസ് പ്ലസ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്. അപ്പോൾ രണ്ടാമത്തെ കേസിൽ ഒരേ സെല്ല് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ EMF റിമൈൻസ് സെയിം ആയിരിക്കും അല്ലേ? അപ്പോൾ അതിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസും സെയിം ആയിരിക്കുമല്ലോ. അപ്പോൾ ഇവിടെ ഒന്ന് ജസ്റ്റ് I2 ബൈ I1 ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്താൽ വി ഗെറ്റ് ദ വാല്യൂ ആസ് I2 by I1, that is R1 plus R division by R2 plus R. അപ്പോൾ ഇവിടെ I2 എന്ന് പറയുന്നത് that is given as is equal to 0.5 and I1 എന്ന് പറയുന്നത് it is 2 ampere. So just cross ചെയ്താൽ we get the value as 2 into capital R1. So R1 എന്ന് പറയുന്നത് so 2 into R1 plus 2R is equal to 0.5 R2 plus 0.5 R small r. നമുക്ക് ഇന്റേണൽ റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ R1 എന്ന് പറയുന്നത് 2 ohm ആണ് പ്ലസ് 2R
equal to 0.5 into R2 ആണ്. R2 is 9 ohm, so that becomes a 4.5 plus 0.5 R. അപ്പോൾ നമുക്ക് അതിനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവന്നാൽ 2R minus 0.5, so it becomes 1.5 R, that is equal to 0.5. So R, take the value as 0.5 by 1.5, so that is equal to 1 by 3. We get the second option as the correct answer. We can go with the question number 45. ഇവിടെ ഈ ഒരു സെക്ഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നമ്മുടെ സിലബസുമായിട്ട് റിലേറ്റ് ചെയ്ത് ഓൾഡ് സിലബസിനകത്ത് വരുന്ന രണ്ട് പ്രധാനപ്പെട്ട ഏരിയാസ് ആയിരുന്നു തെർമോ EMF എന്നുള്ള സെക്ഷനും ഇലക്ട്രോളിസിസ് എന്നുള്ള രണ്ടാമത്തെ സെക്ഷനും. അപ്പോൾ ഇത് പ്രകാരം നമ്മുടെ പഴയ സിലബസ് പ്രകാരം ക്വസ്റ്റ്യൻസ് പണ്ടത്തെ സിലബസിൽ ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് നമ്മുടെ സിലബസിൽ പുതിയ നീറ്റ് 2013 മുതൽ ആ ചോദ്യങ്ങൾ നമ്മുടെ സിലബസിലില്ല. സോ ആ ചോദ്യങ്ങൾ പർപ്പസ്ഫുള്ളായിട്ട് അവോയ്ഡ് ചെയ്യുന്നു. സോ 45 എന്ന് പറയുന്നത് ഔട്ട് ഓഫ് സിലബസ് ആണെന്നുള്ള കാര്യം ഓർക്കുക. Then next one, the 46 also, it is out of syllabus. So 2011 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 47, that is our needed one. So we can go with the question number 47. അപ്പോൾ ആ ക്വസ്റ്റ്യനിൽ നമ്മൾ ഒരു 1-2 ചെറിയ കറക്ഷൻസ് ഒന്ന് ഓർത്തിരിക്കുക. ഇവിടെ that is the structure there. EMFിൻ്റെ സൈനിനൊരു ചെറിയ വ്യത്യാസം ഉണ്ടെന്നുള്ള കാര്യം ഓർക്കുക. അതോടൊപ്പം ഇവിടുത്തെ വാല്യൂ 2 എന്ന് പറയുന്നത് മറന്നു പോകരുത്. സോ ബാക്കി കാര്യങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. In the circuit shown in the figure, if the potential at the point A that is taken to be 0, what is the potential at the point B? So that is the aspect. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? Look the very important concept. അപ്പോൾ നമുക്ക് ഈ DC എന്ന് പറയുന്ന രണ്ട് പോയിന്റുകൾ നമുക്ക് കൺസിഡർ ചെയ്യാം. ഇവിടെ 2 ആംപിയർ പോകുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ മനസ്സിൽ ഓർക്കുക ഇവിടെ കൂടെ ഒരു 1 ആംപിയർ വരുന്നു എന്നുള്ള കാര്യം അല്ലേ. അപ്പോൾ കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത് ഹയർ ടു ലോവർ പൊട്ടൻഷ്യൽ എന്നുള്ള തരത്തിലാണ് അല്ലേ. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് എന്ത് പറയാം? പൊട്ടൻഷ്യൽ അറ്റ് ദ പോയിന്റ് D മൈനസ് പൊട്ടൻഷ്യൽ അറ്റ് ദ പോയിന്റ് C എന്ന് പറയുന്നത് S2 into 1 എന്നുള്ള ആസ്പെക്റ്റിൽ നമുക്ക് പറയാം. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു കാര്യം, അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, പൊട്ടൻഷ്യൽ അറ്റ് ദ പോയിന്റ് A ആൻഡ് പൊട്ടൻഷ്യൽ അറ്റ് ദ പോയിന്റ് C. അപ്പോൾ നമ്മുടെ ക്രിച്ചോഫ്സ് കൺസെപ്റ്റ് പ്രകാരം അപ്പോൾ കറണ്ട് ഫ്ലോ ഈ തരത്തിലാണ് നടക്കുക. അപ്പോൾ പൊട്ടൻഷ്യൽ അറ്റ് ദ പോയിന്റ് A ആയിരിക്കും ഹയർ. ദെൻ നമ്മൾ അവിടെ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ലോവർ ടു ഹയർ പൊട്ടൻഷ്യൽ ആണ് പോകുന്നത്. അതുകൊണ്ട് നമ്മളത് +1 എന്ന് നമ്മൾ കൊടുത്തു. ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു VC. സോ ദാറ്റ് ഈസ് ദ നമ്മുടെ ക്രിച്ചോഫ്സിന്റെ കൺസെപ്റ്റ് ഫോർ ദിസ് AC. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് പൊട്ടൻഷ്യൽ അറ്റ് ദ പോയിന്റ് A എന്ന് പറയുന്നത് 0 ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ VCയുടെ വാല്യൂ 1 ആയിട്ട് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. അത് നമ്മുടെ ആദ്യത്തെ ഇക്വേഷനിലേക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ VD is equal to 2 plus VC. VC 1 ആണ്. അപ്പോൾ 3 വോൾട്ട് എന്നുള്ള ഒരു ആസ്പെക്ട്സ് കിട്ടി. അപ്പോൾ VDയുടെ പൊട്ടൻഷ്യൽ നമ്മൾ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് അവിടെ തന്നെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, ഈ ബിക്കും ഡിക്കും ഇടയ്ക്കുള്ള കൺസെപ്റ്റ് നമ്മളൊന്ന് എടുത്തേ. അപ്പോൾ ഉറപ്പായിട്ട് കറണ്ട് ഫ്ലോ ചെയ്യുന്നത് B to D ആണ്. അപ്പോൾ പൊട്ടൻഷ്യൽ അറ്റ് ദ പോയിന്റ് B നെഗറ്റീവ് ടു പോസിറ്റീവിലേക്കാണ് പോകുന്നത് +2. ഇറ്റ് ഷുഡ് ബി ഈക്വൽ ടു പൊട്ടൻഷ്യൽ അറ്റ് ദ പോയിന്റ് D. സോ ദാറ്റ് ഈസ് ദ ആസ്പെക്ട്. അപ്പോൾ ഇവിടെ പൊട്ടൻഷ്യൽ അറ്റ് ദ പോയിന്റ് B എന്ന് പറയുന്നത് VD -2 ആയിട്ട് നമുക്ക് എടുക്കാം. VD എന്ന് പറയുന്നത് 3 ആണ്. സോ 3 - 2 എന്ന് പറയുന്നത് +1 വോൾട്ട് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ വി ഗെറ്റ് D as the ചോയ്സ്. അപ്പോൾ നമ്മൾ ഓർത്തിരിക്കുക, ഈ ഫിഗറിലുള്ള ആ വ്യത്യാസം ഒന്ന് മറന്നു പോകരുത്. ക്രിച്ചോഫ്സിന്റെ സിമ്പിൾ ആയിട്ടുള്ള നിയമം നമ്മൾ അപ്ലൈ ചെയ്താൽ നമുക്ക് അത് കിട്ടും. അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മളൊരു സെല്ലിലൂടെ മൂവ് ചെയ്യുന്ന സമയത്ത് നെഗറ്റീവ് ടു പോസിറ്റീവ് ആണെങ്കിൽ നമ്മളത് +E ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും നമ്മുടെ മൂവ്മെന്റ്. അതിന് പകരം നമ്മുടെ മൂവ്മെന്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നമ്മൾ സംഭവിക്കുകയെങ്കിൽ അതിന് -E എന്നുള്ള ഒരു ആസ്പെക്റ്റിലായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുക. സോ വി ക്യാൻ ഗോ വിത്ത് ക്വസ്റ്റ്യൻ നമ്പർ 48. നമുക്ക് ഇത് ഔട്ട് ഓഫ് സിലബസ് ആണ്, ഇലക്ട്രോളിസിസുമായിട്ട് ബന്ധപ്പെട്ടത്.
Number 49. Consider the following two statements. Kirchhoff's junction law follows from the conservation of charge. Loop law follows from the conservation of energy. അത് നമുക്ക് ക്ലിയർ ആയിട്ടുള്ള കൺസെപ്റ്റാണ്. കാരണം സിഗ്മ ഐ ഈസ് ഈക്വൽ ടു 0 എന്ന് നമ്മൾ അവിടെ പറയുന്നു. രണ്ടാമത്തേത് സിഗ്മ ഐ ആർ ഈസ് ഈക്വൽ ടു 0, പൊട്ടൻഷ്യൽ 0. algebraic sum. That means അത് വർക്ക് ബൈ ചാർജ് ആണ്. സോ എനർജി കൺസേർവ്ഡ് ആണ്, ചാർജ് കൺസേർവ്ഡ് ആണ്. അപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളും നമുക്ക് കറക്റ്റാണ്. അതുകൊണ്ട് ഡി നമുക്ക് ആൻസറായിട്ട് എടുക്കാം. Then question number 50 is also out of syllabus. So we can move with the question number 51. Since the electric circuit shown in the figure, which of the following statement is a correct equation for it? അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് മാർക്ക് ചെയ്യാനുള്ള ശ്രമം ആദ്യം നടത്താം. Look. So we can take as A, that is B, C, D, that is E, that is F. അപ്പം നമുക്ക് പലതരത്തിൽ നമുക്ക് ലൂപ്പ് റൂൾ നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് സി ഡി എഫ് ഇ സി, അപ്പോൾ ഈ ഒരു കൺസെപ്റ്റിൽ ഇങ്ങനെ മൂവ്മെൻറ്റ് നമുക്ക് നടത്താം. സി ഡി എഫ് ഇ സി. അപ്പോൾ നമ്മൾ മൂവ് ചെയ്യുമ്പോൾ ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണമേ, നമുക്കൊരു റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കറണ്ടിൻ്റെ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുകയാണെങ്കിൽ അത് ഹയർ ടു ലോവർ പൊട്ടൻഷ്യലാണ്. അങ്ങനെ വരുമ്പോൾ -I/R ആയിട്ട് എടുക്കണം. നേരെ തിരിച്ച് നമ്മുടെ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് ഈ തരത്തിലാണെങ്കിൽ അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ലോവർ ടു ഹയർ പൊട്ടൻഷ്യലാണ്. അപ്പോൾ അത് +IR ആയിട്ട് നമ്മൾ എടുക്കുക. അപ്പോൾ ഈ കാര്യം നമ്മൾ ഓർത്ത് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ആദ്യത്തെ കേസ് നമുക്കൊന്ന് അപ്ലൈ ചെയ്യാം. CDFEC വരുമ്പോൾ നമുക്കിവിടെ കറണ്ട് I1 ആണ് വരുന്നത്. അപ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷനിലാണ് പോകുന്നത്. സോ I×R1 എന്ന് നമുക്ക് എടുക്കാം. പിന്നീട് EMF ആണ്, അത് ലോവർ ടു ഹയർ പൊട്ടൻഷ്യലാണ്. സോ നമുക്കവിടെ ഈ ε1 ആയിട്ട് എടുക്കാം. ഇനി വീണ്ടും അടുത്ത I2R2 ആണ്, പക്ഷെ അപ്പോഴത്തേക്കും കറണ്ടിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. സോ +I2R2 എന്ന് നമുക്ക് എടുക്കാം. വീണ്ടും ഒരു സെല്ലുണ്ട്, ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യലാണ്. സോ -E2 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഇതാണ് നമുക്ക് അവിടെ തന്നിരിക്കുന്ന ഒരു ഇക്വേഷൻ. ഇനി അടുത്ത് മറ്റൊരു നമുക്ക് ലൂപ്പ് നമുക്ക് കൺസിഡർ ചെയ്യാം. സേ ABCD. അപ്പോൾ ABCD എയിലേക്ക് നമുക്ക് മൂവ് ചെയ്തിട്ട് നമ്മുടെ ഈ നിയമം തന്നെ നമ്മൾ അപ്ലൈ ചെയ്താൽ സ്വാഭാവികപരമായിട്ടും I1ലേക്ക് നമ്മൾ മൂവ് ചെയ്യുന്നു. സോ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഇവിടെ I1 വരുന്നു, ഇത് I2 വരുന്നു, അത് I ആയിട്ട് മാറുകയാണ്. I എന്ന് പറയുന്നത് നമുക്ക് കിർച്ചോഫ്സിന്റെ ഫസ്റ്റ് റൂൾ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ കിട്ടിക്കഴിഞ്ഞു. I1 + I2 ആണ്. അപ്പോൾ ആറിലൂടെ അതേ ഡയറക്ഷനിൽ പോകുന്നത് കൊണ്ട് -R×I1 + I2. സോ ദാറ്റ് മച്ച് ഇൻറ്റു ആൻഡ് ദെൻ അത് കഴിഞ്ഞിട്ട് നമുക്ക് R1ലേക്ക് വരെയാണ്, കറണ്ടിൻ്റെ അതേ ഡയറക്ഷനിലാണ്. സോ -I1R1. സോ ദെൻ നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ്, +ε, that must be equal to 0. So that is a very important concept. അപ്പോൾ അടുത്ത നമുക്കൊരു കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ലൂപ്പാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ADFEB. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സോ ഹിയർ I2 അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. സോ +I2R2 ദാറ്റ് E2. ദെൻ ഇവിടെ R ആണ്, അപ്പോൾ അവിടെയും ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. സോ R×I1 + I2 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇനി നമുക്ക് ഏറ്റവും കറക്റ്റായിട്ടുള്ള ആൻസർ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, E1 into yes E1 good yes. നമുക്കത് ABCD നോക്കി ഡി ചോയ്സ് ഒന്ന് ശ്രദ്ധിച്ചേ. ε1 -I1 + I2 × R -I1R1 = 0. So D is the correct answer. അപ്പോൾ കിർച്ചോഫ്സ് ലോ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ അപ്ലൈ ചെയ്താൽ we get the choice. 52.
A student measures the terminal potential difference of a cell as a function of the current I flowing through it. The slope and intercept of the graph between V and I. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് അറിയാവുന്ന റിലേഷനാണ് വി എന്ന് പറയുന്നത് ഇ മൈനസ് ഐ ഇൻറ്റു ആർ. അപ്പോൾ അതിനെ നമുക്ക് ഒരു കർവായിട്ട് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് y is equal to c plus mx എന്നുള്ള ഫോർമുലയിലേക്ക് നമുക്ക് എടുക്കാം. അപ്പോൾ ഇവിടെ y ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് ഇ ആയിട്ട് നമുക്ക് വരികയാണ്. അതോടൊപ്പം സ്ലോപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു എം ഹിയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റേണൽ റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കാം അല്ല. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ഇതേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ കർവ് എന്ന് പറയുന്നത് ഏതാണ്ട് ഈ ഒരു സ്ട്രക്ചറിലായിരിക്കും സംഭവിക്കുക. ദാറ്റ് ഈസ് വി വേഴ്സസ് ആർ. അപ്പോൾ ഇതിൽ നമുക്ക് വ്യക്തമാകുന്നത് ദ കറക്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് ആദ്യം നമുക്കിവിടെ സ്ലോപ്പാണ് വേണ്ടത്. സോ ദാറ്റ് ഈസ് മൈനസ് ആർ. ആൻഡ് വൈ ഇന്റർസെപ്റ്റ് എന്ന് പറയുമ്പോൾ ആറിന്റെ വാല്യൂ 0 ആകുന്ന സമയത്ത്, ആറിന്റെ വാല്യൂ 0 ആകുമ്പോൾ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ ക്യാപിറ്റൽ ഇ. സോ വി ക്യാൻ ടേക്ക് എ ആസ് ദി ആൻസർ. വി ക്യാൻ ഗോ വിത്ത് ക്വസ്റ്റ്യൻ നമ്പർ 53. So a cell can be balanced against 110 centimeter and 100 centimeter of potentiometer wire respectively with and without being short circuited through a resistance of 10 ohm, then its internal resistance is. ഇപ്പോൾ നമ്മുടെ പൊട്ടൻഷ്യോമീറ്റർ കൺസെപ്റ്റിലെ നമുക്കറിയാം ഇ എം എഫ് ബാലൻസ് ചെയ്യുന്ന സമയത്ത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബാലൻസ് ലെങ്ത് L1 ഷോർട്ട് സർക്യൂട്ട് ചെയ്യുമ്പോൾ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബാലൻസ് ചെയ്യുന്ന ലെങ്ത് L2 ആണെങ്കിൽ നമുക്ക് ഇന്റേണൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഓർക്കുക. L1/L2 minus 1 into that short circuited external resistance. So that is equal to 110 division by that 100 minus 1, that much into capital R as 10. So 1.1 minus 1 into 10. So that is equal to 1 ohm. So we get the answer as A. Number 54. So it is electrolysis ആയിട്ടുള്ള question ആണ്. So we can say that out of syllabus 55, this is also electrolysis ആയിട്ട് ബന്ധപ്പെട്ട out of syllabus question ആണ്. Kirchhoff's first and second laws for electrical circuits are the consequences of. നമുക്കറിയാം ഫസ്റ്റ് ലോ ദ കൺസർവേഷൻ ഓഫ് ചാർജ് ആണ്. ദെൻ the second law the energy, and hence we can take A as the answer. Number 57, that is two cells having same EMF are connected in series through an external resistance capital R. Cells have internal resistance R1 and R2. When the circuit is closed, the potential difference across the first cell is 0. Then the value of capital R is. So നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്, ലുക്ക് നമുക്ക് ആദ്യം ആ ഒരു സർക്യൂട്ട് നമുക്ക് വരയ്ക്കാൻ ശ്രമിക്കാം. സോ രണ്ട് സെൽസ് ആണ്, ദേ ആർ കണക്റ്റഡ് ഇൻ സീരീസ്. അവയ്ക്ക് ഓരോ ഇന്റേണൽ റെസിസ്റ്റൻസ് ഉണ്ട്, ദാറ്റ് ഈസ് ലേബിൾഡ് ആസ് R1 and R2 and are connected to that capital R. So that is very important one. ഇനി അപ്പോൾ ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഐ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കിർച്ചോഫ്സ് നിയമപ്രകാരം നമുക്ക് പറയാം മൈനസ് ഐ ഇൻറ്റു ക്യാപിറ്റൽ ആർ, ദറ്റ് മൈനസ് ഐ ഇൻറ്റു ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് ദ സെക്കൻഡ് വൺ R2. അവിടുത്തെ രണ്ടിനും EMF സെയിം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ പ്ലസ് ഇ, ദെൻ അതിൻ്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് ഐ ഇൻറ്റു R1 ഇറ്റ് ഷുഡ് ബി ഈക്വൽ ടു 0. ദറ്റ് മീൻസ് മൈനസ് ഐ ഇൻറ്റു, we can say that R plus R1 plus R2, that plus 2 into E, that should be equal to 0. That means 2E equal to I into that R plus R1 plus R2. അപ്പോൾ ഇത് പ്രകാരം we get the equation for that I, that is equal to 2E, that division by R plus R1 plus R2. പക്ഷെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് when the circuit is closed, the potential difference across the first cell, this one is 0. Above, that means we can write it to be that V1 equal to 0. എന്താണ് V1?
എന്ന് പറയുമ്പോൾ അവൻ്റെ EMF മൈനസ് I ഇൻറ്റു ഇറ്റ്സ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്. ഇതാണ് 0 എന്ന് പറഞ്ഞിരിക്കുക. അപ്പോൾ ഈ E1 ഇതാണ്. ഇറ്റ് ഷുഡ് ബി ഈക്വൽ ടു I ഇൻറ്റു R1. വാട്ട് ഈസ് I? 2E ഡിവിഷൻ ബൈ R പ്ലസ് R1 പ്ലസ് R2 ഇൻറ്റു R1. E ക്യാൻസൽ ആയിട്ട് മാറി. That means we can say R plus R1 plus R2 equal to 2R1. That is R equal to 2R1 minus R1 minus R2. So that is equal to R1 minus R2 എന്ന് നമുക്ക് പറയാം. That means D is the choice. വളരെ നല്ല ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. We can go with the question number 58. Two batteries, one of 18 volt and internal resistance 2 ohm and other of 12 volt and internal resistance 1 ohm are connected as shown. The voltmeter we will record a reading of. So നമ്മുടെ മനസ്സിൽ ആദ്യം വരേണ്ടത് what is the current flowing through it. അപ്പോൾ നമുക്ക് ഇതിനെ ഒരു സിമ്പിൾ സർക്യൂട്ട് ആയിട്ട് എടുത്താൽ ഇത് ഒരു 2 ohm ആയിട്ട് എടുക്കാം. അതിൻ്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് ഒരു EMF ഉണ്ട് 18 വോൾട്ട് ആണ്. സോ അടുത്തതിന് ഒരു ഇന്റേണൽ റെസിസ്റ്റൻസ് ഉണ്ട് 1 ohm, അതിന് 12 വോൾട്ട് ആണ്. അപ്പോൾ സിമ്പിളായിട്ട് നമ്മുടെ കിർച്ചോഫ്സ് ലോ നമുക്ക് അപ്ലൈ ചെയ്താൽ സോ ഇവിടെ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I ആയിട്ട് എടുക്കുകയാണെങ്കിൽ മൈനസ് 2 ഇൻറ്റു I മൈനസ് 1 ഇൻറ്റു I ദാറ്റ് മൈനസ് 12 പ്ലസ് 18 ഇറ്റ് ഷുഡ് ബി ഈക്വൽ ടു 0. നിയമവശം അതേപടി പാലിക്കാൻ ശ്രദ്ധിക്കുക. സോ മൈനസ് 3I എന്ന് പറയുന്നത് we can write it to be minus 6. So I is equal to 2 ampere എന്നുള്ള കൺസെപ്റ്റിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ നമുക്ക് വേണ്ടത് what is the voltmeter reading എന്ന് പറയുമ്പോൾ പൊട്ടൻഷ്യൽ അക്രോസ് 18 വോൾട്ട് അല്ലേ. സോ പൊട്ടൻഷ്യൽ അക്രോസ് ദ ടെർമിനൽ പൊട്ടൻഷ്യൽ അക്രോസ് 18 വോൾട്ട് എന്ന് പറയുന്നത് അവൻ്റെ EMF മൈനസ് അവിടെ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഇൻറ്റു അവൻ്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് അല്ലേ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 18 മൈനസ് 2 ഇൻറ്റു R1 എന്ന് പറയുന്നത് 2 ആണ് അല്ലേ. ദാറ്റ് മീൻസ് 18 മൈനസ് 4I ദാറ്റ് ഈസ് ഈക്വൽ ടു 14 വോൾട്ട് ആയിട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ദാറ്റ് മീൻസ് D is the answer. We can move with the question number 59. A battery is charged at a potential of 15 volt for 8 hours when the current flowing is 10 ampere. The battery on discharge supplies a current of 5 ampere for 15 hours. The mean terminal voltage during the discharge is 14 volt. The watt-hour efficiency of the battery. നമുക്കറിയാം എഫിഷ്യൻസി എന്ന് പറയുന്നത് പവർ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് പവർ എന്നാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് പവർ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് കേസസിലെ അപ്പോൾ പവർ എന്ന് പറയുന്നത് കറണ്ട് ഇൻറ്റു പൊട്ടൻഷ്യൽ ഇൻറ്റു ടൈമായിട്ട് സോ I ഇൻറ്റു V ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ ദാറ്റ് ഈസ് അപ്പോൾ വാട്ട് അവർ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ നമുക്ക് പവർ ഇൻറ്റു ടൈമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് ഔട്ട്പുട്ടായിട്ടുള്ള കറണ്ട് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു ഡിസ്ചാർജ് ചെയ്യിക്കുന്നത് 5 ആംപിയർ ആണ്. അത് 14 വോൾട്ടിലാണ്. ഇൻ എ ടൈം ഓഫ് 15 hours ആണ്. ദാറ്റ് ഡിവിഷൻ ബൈ ഇൻപുട്ടിൽ ബേസ് ചെയ്തിട്ട് കറണ്ട് എന്ന് പറയുന്നത് 10 ആംപിയർ ആണ്. ദാറ്റ് പൊട്ടൻഷ്യൽ ഓഫ് 15 ആണ് ഓഫ് 8 hours ആണ്. സോ 1 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 7/8 എന്നൊരു ആസ്പെക്ട് കിട്ടും. ദാറ്റ് ഈസ് 0.75. ദാറ്റ് മീൻസ് ദാറ്റ് വാട്ട് അവർ എഫിഷ്യൻസി എന്ന് പറയുന്നത് 87.5% എന്ന് കിട്ടി. So we can move with the question number 60. The potential difference between the terminals of a cell in an open circuit is 2.2 volt. When a resistor of 5 ohm is connected across the terminals, the potential difference between the terminals is found to be 1.8 volt. The internal resistance of the cell is. അപ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് ഫസ്റ്റ് കേസ് നമുക്ക് ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് E മൈനസ് I ഇൻറ്റു R ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ നമുക്ക് 1.8 ആണ് ഇവിടെ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് 2.2 മൈനസ് ദാറ്റ് I ഇൻറ്റു ഇന്റേണൽ റെസിസ്റ്റൻസ്. അതോടൊപ്പം നമുക്കറിയാവുന്ന റിലേഷനാണ് V ഈസ് ഈക്വൽ ടു I ഇൻറ്റു R എന്ന് പറയാം. ദാറ്റ് മീൻസ് 1.8 എന്ന് പറയുന്നത് ദാറ്റ് കറണ്ട് I ഇൻറ്റു ദാറ്റ് എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് അവിടെ നമുക്ക് 5 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ I എന്ന് പറയുന്നത് 1.8 ഡിവിഷൻ ബൈ 5. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.36 ആംപിയർ.
അത് കിട്ടിയതുകൊണ്ട് നമുക്ക് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി കഴിഞ്ഞാൽ I into R എന്ന് പറയുന്നത് we can write it to be 2.2 minus 1.8. So 2.2 minus 1.8. So we get the value as is equal to 0.4. So R is equal to 0.4 division by 0.36. So we get the value as is equal to 40 division by 36. That is equal to 20 by 18. That is equal to 10 by 9. We get the answer as the second choice. We can move with the question number 61. It is out of syllabus. Number 62. A car battery has EMF 12 volt and internal resistance 5 into 10 to the power of minus 2. If it draws a 6 ampere current at the terminal voltage of the battery, അപ്പോൾ അവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ചാർജിങ് ഓഫ് എ ബാറ്ററി എന്നൊരു ആസ്പെക്ട്സ് വരുമ്പോൾ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് EMF-നേക്കാളും കൂടിയിരിക്കും എന്നുള്ള കാര്യം മറന്നു പോകരുത്. സോ 12 പ്ലസ് ദാറ്റ് 60 ആംപിയർ കറണ്ട് ഇൻറ്റു 5 into 10 to the power of minus 2. So that is equal to 12 plus 3. So that is equal to 15 volt. So we get the choice as A. We can move with the question number 63, again out of syllabus. 64. Kirchhoff's law, sigma I equal to 0 at a junction, deals with the conservation of that is first law എന്ന് പറയുന്നത് ചാർജ് ആയിരിക്കും. So here the question number 65 and 66 are 65 out of syllabus and 66 Faraday's laws are consequences of conservation of. ഫാരഡേയുടെ ഇൻഡക്ഷൻ നിയമമാണെങ്കിലും നമ്മുടെ ഇലക്ട്രോളിസിസ് ആണെങ്കിലും അതെല്ലാം എനർജിയുമായിട്ട് ഡീൽ ചെയ്യപ്പെടുന്ന കൺസെപ്റ്റ്സുകളാണ്. സോ ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ കിർച്ചോഫ്സ് ലോ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി വളരെ പ്രധാനപ്പെട്ട 2 കേസസ് ആണ്, ഹീറ്റിംഗ് എഫക്ട്സ് ഓഫ് കറണ്ടും അതോടൊപ്പം പ്രധാനപ്പെട്ട ഇൻസ്ട്രുമെൻസുകളെ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസും. സോ വി ക്യാൻ വെയിറ്റ് ഫോർ ദ കമ്മിങ് വീഡിയോസ്. പ്ലീസ് ഷെയർ ടു യുവർ ഫ്രണ്ട്സ്. ടേക്ക് കെയർ. ഗോഡ് ബ്ലെസ് യു.